എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇതൊരു ചെറിയ യാത്രയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയിലൂടെ. കൊച്ചി വാട്ടർ മെട്രോ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രശംസ നേടിയ ഒരു പ്രോജക്റ്റ് കൂടിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഞാൻ ഈ യാത്ര തുടങ്ങുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് 40 രൂപയാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും വൈപ്പിനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വരുന്നത് 30 രൂപയാണ്. മറൈൻ ഡ്രൈവിലെ നമ്മുടെ വാട്ടർ മെട്രോയുടെ ടെർമിനലിന് അടുത്തായിട്ട് തന്നെയാണ് കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള സാഗർ റാണി എന്ന ബോട്ടും സർവീസ് ആരംഭിക്കുന്നത്. കൊച്ചി കായലിലെ ഓളങ്ങളിലൂടെ സഞ്ചരിച്ച് കൊച്ചിയുടെ മനോഹാരിത മതിയാവോളം വാട്ടർ മെട്രോയിലൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വാട്ടർ മെട്രോയിൽ ട്രാവൽ ചെയ്യാനായി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായി വരും. നൂറ് പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാം. എന്നാൽ പലപ്പോഴും സഞ്ചാരികളുടെ തിരക്ക് കാരണം കൂടുതൽ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വാട്ടർ മെട്രോയിൽ കയറിയാൽ തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുമായി പോകുന്ന ചെറു ബോട്ടുകളും നമുക്ക് കാണാനായി സാധിക്കും. കായലിൻ്റെ ഇരുവശങ്ങളിലുമായി ധാരാളം ക്രൂസ് ഷിപ്പുകളും കണ്ടെയ്നർ ഷിപ്പുകളും നങ്കൂരമിട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കണ്ടെയ്നർ ഷിപ്പ് തീരത്തോട് നങ്കൂരമിട്ടിരിക്കുന്നതും അതിലേക്ക് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും. നമ്മുടെ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് അടുക്കും തോറും ആടി ഉലയുന്നതായി നമുക്ക് അനുഭവപ്പെടും. അത് മറ്റൊന്നും കൊണ്ടല്ല, കടലും കായലും യോജിക്കുന്ന ഒരു ഭാഗമാണ് ഫോർട്ട് കൊച്ചി. അതുപോലെ തന്നെ ധാരാളം ക്രൂസ് ഷിപ്പുകളും കണ്ടെയ്നർ ഷിപ്പുകളും അതുപോലെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന ബോട്ടുകളും ധാരാളമായി ഈ കായലിലൂടെ സഞ്ചരിക്കുന്നതിനാൽ അതിൻ്റെ എല്ലാ ഓളങ്ങൾ നമുക്ക് അനുഭവപ്പെടും. കൊച്ചിക്കായലിലൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ബോട്ട് സവാരി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടും.
ഫോർട്ട് കൊച്ചി ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ധാരാളം ചരിത്രാവശേഷിപ്പുകൾ നമുക്കവിടെ കാണാനായി സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തിരുന്നത് ഈ പള്ളിയിലാണ്. ഈ പള്ളി ഇന്നും നല്ല രീതിയിൽ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. വാസ്കോ ഡ ഗാമയുടെ കല്ലറ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുറച്ചു നേരം ഫോർട്ട് കൊച്ചിയിൽ കറങ്ങി നടന്നതിന് ശേഷം ഞാൻ മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചു. തിരികെയുള്ള എൻ്റെ യാത്രയും ഞാൻ വാട്ടർ മെട്രോ തന്നെയാണ് യൂസ് ചെയ്തത്. മടക്കയാത്രയിൽ ഭാഗ്യമെന്ന് പറയാമല്ലോ, എനിക്ക് സീറ്റ് ലഭിച്ചു. വൈകുന്നേരം ആകുന്തോറും കൊച്ചിയുടെ ഭംഗി കൂടി വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാനതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.